സൂക്ഷ്മതലങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സുഖലോലുപതയിൽ അഭിരമിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ജനത കുഞ്ഞുങ്ങളെയും ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് ഈ ജാഥ നടത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പാർട്ടി പ്രവർത്തകർക്കും, ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മറ്റെല്ലാ നാട്ടുകാർക്കും ഊഷ്മളമായ വിപ്ലവത്തിൻ്റെ സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കട്ടെ. എന്തിനാണ് ഇങ്ങനെയൊരു മുദ്രാവാക്യം സ്വീകരിച്ച് നാം ഇങ്ങോട്ട് എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ, കുറച്ചു കാലങ്ങളായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൽ അത്ര സന്തുഷ്ടരാകാത്ത സംഘപരിവാറിൻ്റെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ഹമീദ് വാണിയമ്പലം അവർക്ക് പ്രത്യേകമായ സ്വാഗതം ആശംസിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ തുടരുകയാണ്. RSS സംഘപരിവാർ ശക്തികൾ ഇസ്ലാം ഇല്ലാത്ത ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചിന്തിക്കുന്നു. മോഹൻ ഭഗവതിനെ കുറിച്ചുള്ള ആളുകളോട് ചോദിച്ചാൽ, അമിത് ഷായോട് ചോദിച്ചാൽ അവർക്കൊക്കെ പറയുവാൻ ഉള്ളത് ഇസ്ലാമുകളില്ലാത്ത ഒരു ഇന്ത്യ വേണം എന്നാണ്. അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നവർക്ക് തോന്നിയാൽ അവർ അടുത്തു വരുന്നത് ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ഇന്ത്യയെ കുറിച്ചാണ്. ഇന്ത്യ എന്ന് പോലും അവരുടെ നാവിൽ ഇപ്പോൾ വരികയില്ല എന്നതാണ് പ്രത്യേകത. അവർ ഭാരതം എന്നാണ് ഉച്ചരിക്കുക. ഭാരതീയ ന്യായ സംഹിതകളാണ് അവർ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരച്ഛനൊരമ്മയ്ക്ക് പിറന്ന മക്കൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, ഈശന്റെ മുറ്റത്തു വിളഞ്ഞു നിൽക്കും നന്മുന്തിരിക്കൊത്തു മനുഷ്യവർഗം എന്ന് നാനാത്വത്തിൽ ഏകത്വവും അഖണ്ഡ ഭാരതത്തിൻ്റെ മുദ്രാവാക്യങ്ങളും ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും വിഭാവനം ചെയ്ത ഭരണഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഇടവേളകളിൽ പോലും കണ്ടിട്ടില്ലാത്ത സംഘപരിവാർ ശക്തികൾ സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷികളായ ആളുകളെ ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് പുതിയ പുതിയ ചില റോഡുകൾക്ക് പേരിടുക, സർവകലാശാലകൾക്ക് പേരിടുക, ചരിത്രത്തിൽ ഇല്ലാതെയായി പോയ നമുക്ക് ഇവിടെ ഇടം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന തലത്തിൽ ബുൾഡോസർ രാഷ്ട്രീയം വരെ നടത്തിക്കൊണ്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവർ നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് വേറെ ഒരു രൂപത്തിലും ഭാവത്തിലും കടന്നു വരും. അങ്ങ് ഇതര സംസ്ഥാനങ്ങളിൽ കുരുത്തോല ഉപയോഗിച്ചുകൊണ്ട് ഓശാന പെരുന്നാൾ നടത്തുമ്പോൾ അത് സുരക്ഷിതത്വത്തെ ബാധിക്കും എന്ന് പറയും. അവരുടെ വക്താക്കൾ പള്ളികളിൽ ഇവിടെ കേരളത്തിൽ ചെന്ന് കേക്ക് മുറിച്ച് ഈസ്റ്റർ ആഘോഷിക്കും. ഈ വൈരുദ്ധ്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ചുമരുണ്ടായെങ്കിൽ മാത്രമേ ചിത്രമെഴുതുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ബോധപൂർവമായ ജിഹാദി പദങ്ങളിലൂടെയും ഇസ്ലാമോഫോബിക് സൃഷ്ടികളിലൂടെയും ഒക്കെ ഭിന്നിപ്പിൻ്റെ വിഷവിത്തുകൾ വിതറിക്കൊണ്ട് നമ്മളുടെയൊക്കെ ഊഷ്മളമായ സ്നേഹ തീന്മേശകളിലേക്ക് പോലും വിശ്വാസത്തിൻ്റെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യ മനസ്സുകളെ ഹിന്ദുക്കൾ എന്ന് പറയുന്നവരല്ല, ഹിന്ദുത്വയുടെ വക്താക്കളായവർ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് ജയ് ശ്രീരാം എന്ന് പറയുന്ന നല്ല ഒരു സന്ധ്യാനാമമായി ഉച്ചരിക്കുന്ന പദം മറ്റ് ദ്രോഹപ്രവർത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള അടയാളമായി അവർ കാണുന്നത്.
ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്കിന്ന് എവിടെ നിന്നാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നത് എന്നത് ശ്രീ പാലേരി അവർകൾ ഇവിടെ സൂചിപ്പിക്കും. ഞാൻ ഒന്ന് മാത്രം പറഞ്ഞ് വാണിയമ്പലം അവർകൾക്ക് വഴിമാറി കൊടുക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ സേവന സംഘടനയായ ടീം വെൽഫെയറിൻ്റെ 3300 സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ 60 ദിവസത്തോളം ഉണ്ടായിരുന്നു. അവിടെ അഹങ്കാരത്തിൻ്റെ ചിഹ്നങ്ങളൊന്നുമില്ലാത്ത, ഡെഡ് ബോഡി എന്ന് മുഴുവൻ വിശേഷിപ്പിക്കാൻ കഴിയാത്ത പിണറായി സർക്കാരിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ സരസ്വതി വിലാസം എനിക്കിഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി സഖാവ് പിണറായി വിജയന് സരസ്വതി എന്ന് പറയുന്നത് ആരാണ് എന്നറിയില്ല, സരസ്വതിയുടെ വിലാസം എങ്ങനെയായിരിക്കണം എന്നുള്ളതും അറിയില്ല എന്നത്. അത് അവരുടെ തന്നെയൊക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ വിപ്ലവ കവികൾ പറഞ്ഞു വെച്ച ചീകിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്നാണ്. അവിടെ വഞ്ചിത നടുവിൽ എന്നാണ് ആ പദപ്രയോഗം എങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റൊന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ വഞ്ചിത നടുവിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അത് PSC സമരക്കാരോട് എടുക്കുന്ന നിലപാടായാലും, ആശാവർക്കർ സമരക്കാരോട് എടുക്കുന്ന നിയമങ്ങളായാലും, മാസപ്പടിയുടെ പേരിൽ വരുന്ന വിവാദങ്ങളായാലും, എമ്പുരാൻ സിനിമയുടെ പേരിൽ വരുന്ന EDയുടെ വിശേഷങ്ങൾ ആയാലുമൊക്കെ കേരളത്തിലെ ജനത വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഉറപ്പാണ്. കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരുമെന്ന് പറയുന്ന മാതിരിയാണ് RSSന്റെ നേർവഴിയിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഗവർണർ. അതുകൊണ്ട് തങ്ങളാണിവിടെ മതേതരത്വത്തിൻ്റെ വക്താക്കൾ എന്ന് ആത്മധൈര്യം പൂണ്ടുന്നവരുടെ ചെങ്കൊടിയുടെ നിറം ദിവസം പ്രതി നരച്ച് അത് കാവ്യായി മാറിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയുന്ന ഒരു പാർട്ടി കൂടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, അതിൻ്റെ കേരള ഘടകം എന്ന് പറയുന്നത്. കേവലം വയനാട്ടിലെ ജനത നമ്പറുകളാലാണ് അറിയപ്പെട്ടത്. ഒരു ശരീരത്തിൻ്റെ കയ്യ്, ഒരു ശരീരത്തിൻ്റെ കരള്, ഒരു ശരീരത്തിൻ്റെ ഹൃദയം, ഒരു ശരീരത്തിൻ്റെ കമ്മൽ കൊണ്ട് ആശാവർക്കർ തിരിച്ചറിഞ്ഞ കാത്, ഇങ്ങനെ കേവലം നമ്പറുകൾ മാത്രമായി മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ മകനൊരു പക്ഷത്തും അച്ഛനൊരു പക്ഷത്തും നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ സുരക്ഷിതമായി സൂക്ഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സരസ്വതി വിലാസങ്ങളെ ഏറ്റുവാങ്ങാൻ തയ്യാറല്ലാതെ പാർശ്വവൽകൃത സമൂഹങ്ങളായിരിക്കുന്ന ആദിവാസികളെയും ദളിതരെയും ചൂർണിക്കരയിൽ ഇപ്പോഴും ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ട് 7 വർഷക്കാലം കാത്തിരുന്ന് ഒരു തരി മണ്ണിന് വേണ്ടി കൊതിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ജനതയുടെ വേദനയെയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത ഈ ആത്മവിദ്യാലയത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ, നന്മയുടെ, ഒത്തുചേർമയുടെ, കൂട്ടായ്മയുടെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തിൽ അനേകമായ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണകൾ നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. നാം തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് എന്നതും നരേന്ദ്രമോദി സർക്കാർ നവംബർ 8 നമുക്ക് നൽകിയ സാമ്പത്തിക വലിയ ദുരന്തത്തിന് മുതൽ ഇങ്ങോട്ട് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാശ്മീരിലെ വിഷയത്തിലേക്കുമൊക്കെ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെയുള്ള വളരെ വലുതായി ചിന്തിക്കാൻ കഴിയുന്നു എങ്കിൽ നാം എങ്ങനെയായിരുന്നുവോ ഇതുവരെ കഴിഞ്ഞു പോയത്? മതം മതത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ, ജീവിതം ജീവിതത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ. കാട്ടുപന്നികളാൽ ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടിയും കാട്ടാനകളാൽ ജീവിതം നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുമുള്ള മനുഷ്യപക്ഷത്ത് അവർ പറയും, ഇനി വരും, ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ വീണ്ടും വരും, 3ാം മുറ ഞങ്ങൾക്ക് കൂടി തരണമേ എന്നുള്ളത്. അത് നൽകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഊർജ്ജസ്വലമായ കാഴ്ചപ്പാടുകൾക്ക് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു വെച്ചതായ ഉദ്ദിഷ്ടത, ജാഗ്രത എന്ന് പറയുന്ന പദങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ
ഇസ്ലാം സഹോദരന്മാരും പാഴ്സികളുമൊക്കെ ജാഗ്രതയോടുകൂടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഈ ഇന്ത്യയുടെ അഖണ്ഡതയെ, ഭരണഘടനയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നാം ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. അതിനാൽ ഗോതമ്പ് മണികളാൽ അങ്കിതമായ ഈ പതാകയുടെ പ്രവർത്തനങ്ങളെ 65 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രവർത്തകർ, വൈപ്പിനിൽ ഇതുവരെ വഴിയില്ലാത്തവർക്ക് ജനവീതി പകർത്തു കൊടുത്ത ഷംസുദ്ദീൻ മുതലുള്ള, നജീബ് മുതലുള്ള, ആബിദ മുതലുള്ള നമ്മുടെ പ്രവർത്തകര്, ഒരേ ഒരു കൗൺസിലർ മാത്രമുള്ള പാലക്കാടിൽ 5 കോടി നികുതി BJP-ക്കാർ വേണ്ട എന്ന് വെക്കുന്ന സന്ദർഭത്തിൽ ഒരേ ഒരു വെൽഫെയർ പാർട്ടിയുടെ സുലൈമാൻ മാത്രമുള്ളിടത്ത് സമരം ചെയ്ത് അവിടെ രാജിവെപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും പോയിട്ടുണ്ട് എങ്കിൽ, അഴിമതിയില്ലാത്ത യുവതലമുറകളെ രാസലഹരിക്ക് അടിമപ്പെടുത്താത്ത, സ്ത്രീകൾക്ക് പങ്കാളിത്തം നൽകുന്ന, വളരെയധികം സുരക്ഷിതത്വം നൽകേണ്ട സാഹചര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ വിവിധങ്ങളായ രീതിയിലുള്ള ചാപ്പകൾ, മുദ്രകൾ ചാർത്താതെ ഒന്ന് അണിചേർന്നുകൊണ്ട്, പഠിച്ചുകൊണ്ട്, ഈ സാഹോദര്യത്തിന്റെ, ഈ നന്മയുടെ കയ്യാളന്മാരായിക്കൊണ്ട് അണിചേരുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ നന്മ, ഈ കൂട്ടായ്മ, ഈ ഒത്തിരിപ്പ് നമുക്ക് നാളേക്കും തുടരേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകളോടെ ഈ ജാഥയ്ക്ക് മഴ നനഞ്ഞുകൊണ്ടും ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ എന്ന് പണ്ട് നമ്മൾ പ്രസംഗിച്ചു എങ്കിൽ, കുതിരകളാൽ നമ്മൾ അശ്വങ്ങളുടെ തേരോട്ടത്താൽ ഇവിടത്തെ നമ്മുടെ പ്രസിഡന്റ് വരുന്നതിനെ സ്വീകരിക്കാൻ പെരുമ്പാവൂർ കാണിച്ച പ്രതീകാത്മകമായ ആ ധൈര്യത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വിപ്ലവ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.